ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള്, ഈ പറയപ്പെടുന്ന സെന്റ് റീറ്റാസ് സ്കൂള് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയില്ല. അതിൽ ഒരു കാര്യം കൂടി ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നു. ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. അവിടെ ഞാനിന്ന് വരുന്ന വഴിക്ക് ആ കുട്ടിയുടെ രക്ഷകർത്താവ് അനസുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പള്ളുരുത്തി SIയെ ഞാൻ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടിയില്ല, ഫോണിൽ അൽത്താഫിനെ കിട്ടിയിരുന്നില്ല. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടി ആ സ്കൂൾ അനുശാസിക്കുന്ന അതേ കളറുള്ള അതേ രീതിയിലുള്ള യൂണിഫോം തന്നെയാണ് കുട്ടി ഇട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടനിട്ടു. അതോടുകൂടി തന്നെ എനിക്ക് കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ കുട്ടിയുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മതവിശ്വാസം ഇവിടെ ഈ സ്കൂളിൻ്റെ യൂണിഫോമിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിൻ്റെ തലയിലുള്ള തട്ടൻ അഴിച്ചു വെച്ചിട്ടേ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏതെങ്കിലും RSSൻ്റെയോ അതില്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറിൻ്റെയോ സ്കൂളിലല്ല. ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗം നടത്തപ്പെടുന്ന ആ ക്രൈസ്തവ സഭയുടെ നേതൃത്വത്തിലുള്ള സെൻറ്റ് റീറ്റാസ് സ്കൂളിലെ ഹെഡ് മിസ്സസ്, ആ പറയുന്ന ഹെഡ് മിസ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ ഹെഡ് മിസ്സസ് അവരുടെ മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ ഈ മതത്തിൻ്റെ ശാസന അനുസരിച്ച് കൊണ്ടുള്ള ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും, പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ന്യൂസ് 18 ചാനലിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ മുന്നോട്ട് വെച്ചത്. പള്ളുരുത്തി സെന്റ് റീറ്റാസ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഹിജാബ് വിഷയത്തിൽ സുഡാപ്പികൾക്ക് വേണ്ടി വാദിക്കാൻ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ വിളിച്ചു പറയുന്നത്. ഇജാതി മരമൊണ്ണത്തരൊക്കെ ഒരു പ്രമുഖ മാധ്യമങ്ങളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് വിളിച്ചു പറയാൻ സാധിക്കുന്നത്? ശിരോവസ്ത്രം ധരിക്കുന്നുണ്ട് എന്ന്. അല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ പിന്നെ ഏത് മതവുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടാണ് കന്യാസ്ത്രീകൾ അവിടെ മുന്നോട്ട് പോവേണ്ടത്? ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആനുകൂല്യത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ളൊരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആ മതവുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ അവിടെ ഉണ്ടാവുക? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചാനലിൽ ഇരുന്നിട്ട് പറയാണ്, ഓ അവിടെ ശിരോവസ്ത്രമിട്ട ആള് അല്ലാത്ത ആളെ സമ്മതിക്കില്ല എന്ന്. ഈ വിളിച്ചു പറയുന്നവൻ നാളെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ പറയാ? പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണെങ്കിൽ, ഞാൻ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തിയില്ലേ, ഞാനും ഇനി ഈ യൂണിഫോം ഇടട്ടെ എന്ന് ചോദിക്കില്ലേ? അജാതി മൊണ്ണത്തരല്ലേ? അല്ല, ഇയാളൊക്കെ എന്തുകൊണ്ടാണ് MESലേക്കൊക്കെ ഒന്ന് പോയിട്ട്, MES കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ നിക്കാബ് അവിടെ ധരിക്കാൻ പാടില്ല, അവിടെ മുണ്ടൊടുത്ത് പോവാൻ പാടില്ല വിദ്യാർത്ഥികളെ. ഇതിനൊക്കെ എതിരെ എന്തേ അവിടേക്കൊരു പ്രശ്നവുമായിട്ട് ഇത്തരം ആളുകള് രംഗത്തെത്താത്തത്? അതേതായാലും ന്യൂനപക്ഷത്തിന്റെ അതേ ആനുകൂല്യങ്ങളിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനല്ലേ, അവിടെ നിക്കാബ് പറ്റൂല അത് പറ്റൂല എന്നൊക്കെ പറയുന്നതില് ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവർക്ക് എന്നിട്ട് നേരെ ക്രിസ്ത്യൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിലേക്ക് എത്തി അവിടെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തെ പോലും ചോദ്യം ചെയ്യാം. ലോകത്തെവിടെയെങ്കിലും വിദ്യാർത്ഥിയും അതേപോലെ തന്നെ ടീച്ചേഴ്സും ഒരേ യൂണിഫോമില് മുന്നോട്ട് പോവാറുണ്ടോ? പിന്നെ അതിനിടക്കൊന്നുണ്ട് RSS സംഘപരിവാർ RSS എന്നൊരു പോകുന്ന വഴിക്ക് RSSനെയും സംഘപരിവാറിനെയും ഒന്ന് തോണ്ടി അങ്ങ് മുന്നോട്ട് പോവുക. ഇതിൽ RSSനും സംഘപരിവാറിനും എന്തെങ്കിലും റോളുണ്ടോ? ഏതായാലും തോണ്ടി വിളിച്ചതല്ലേ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് കൃത്യമായിട്ട് ഇതിന് മറുപടിയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കതും ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ഈ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലിൽ വിളിച്ചു പറയുന്ന ഈ മൊണ്ണത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലായിരുന്നോ? മുസ്ലിങ്ങൾ ഭരണഘടന അനുസരിച്ച് അതിനനുസരിച്ചാണ് അവകാശങ്ങൾ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത്. അത് മാത്രമേ ക്രിസ്ത്യൻ സ്ഥാപനവും മുന്നോട്ട് വെക്കുന്നുള്ളൂ. അവര് ഭരണഘടനയിൽ ഉള്ളതുപോലെ നിയമപരമായിട്ട് മുന്നോട്ട് വെച്ചത് അനുസരിച്ച് അവിടേക്ക് വരണമെന്ന അവര് പറയുന്നത്. വളരെ കൃത്യമാണ്, ലളിതമാണ്. ഏതൊരു സ്ഥാപനത്തിനും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതത് മാനേജ്മെന്റുകളാണ് യൂണിഫോം തീരുമാനിക്കുന്നത്. അത് നീ കഴിഞ്ഞ ദിവസം അവിടെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയല്ല ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്.
ഈ അധ്യയന വർഷം എല്ലാ സമയങ്ങളിലും അവിടെയുള്ള എല്ലാ യൂണിഫോമും ധരിച്ച് ഹിജാബ് ഇല്ലാതെ തട്ടമില്ലാതെ അവിടെ പോയൊരു വിദ്യാർത്ഥി ഇത്തരം ചാനലിലൊക്കെ വന്നിരുന്ന ആളുകള് ഇവരുടെ പാരന്റ്സിനൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കല്ലേ ഈ ജാതി കുത്തിത്തിരിപ്പായിട്ട് ഈ രംഗത്തെത്തിയത്. 10-30 വർഷക്കാലമായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തില് ഒരു വിദ്യാലയത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് വേണമെന്നൊക്കെ പറയുന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓരോ മലയാളിയും തിരിച്ചറിയണം. നമ്മുടെ കേരളത്തിൽ സുഡാപ്പികളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനുമേനി BJPക്കെതിരെ RSSനെതിരെ പോകുന്ന സകല മരമണ്ണകളോടും പറയാനുള്ളത്, രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഈ ക്രിസ്ത്യൻ സ്ഥാപനമൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ പോരെ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അല്ലാത്ത സ്ഥാപനങ്ങളിലെ അവിടേക്ക് അങ്ങ് പോയാൽ പോരെ. ഇത് കൃത്യമായിട്ട് കുത്തിത്തിരിപ്പിന് ആസൂത്രിതമായിട്ടാണ് ഹിജാബ് വിഷയം ഇപ്പോ പൊക്കിക്കൊണ്ടുവന്നത്. പച്ചവർഗീയത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സുഡാപ്പികള് പരമാവധി പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ. ഏതായാലും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലൊക്കെ നടന്നല്ലോ, അതിനുശേഷം ഒരു വിഷയമാണോ ഈ പറയുന്ന സുഡാപ്പികൾക്കെന്നും കേരളത്തിലൊരു വിഷയമാണോ? അതുകൊണ്ടാണ് ഇപ്പം പോയിട്ട് സെന്റ് റീത്താസിലേക്ക് ഓടിക്കയറിയത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക. എന്തൊരു അവസ്ഥയാ! ഈ സുഡാപ്പികളെ കൊണ്ട് വളരെ വലിയ ശല്യമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ രാജ്യത്തോട് ചേർന്നിരിക്കുന്ന സകല മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇത് കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ കൃത്യമായിട്ട് പറഞ്ഞതാ ഒരു സ്ഥാപനത്തിൽ ഏത് യൂണിഫോം വേണമെന്ന്. ഈ വിധിയിലേക്കൊക്കെ ഹൈക്കോടതി എത്താനുമുള്ള കാരണം ഓരോ സാധാരണ മുസ്ലിമും തിരിച്ചറിയണം. മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മതപണ്ഡിതന്മാരെ അവരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ നിർബന്ധമായിട്ടുള്ളത് നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെന്ന് അവർ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചതും ഈ പറയുന്ന ഹിജാബ് എത്രത്തോളം ആവശ്യമാണ് ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് ഈ രീതിയിൽ എല്ലാ രീതിയിലുള്ള അംഗീകാരം കൊടുത്തത്. അങ്ങനെ ഭരണഘടന കോടതി പറഞ്ഞതിനനുസരിച്ചാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് എന്തിനാണ് അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇഖാമൊന്നും പാടില്ല എന്ന് പറഞ്ഞ MES ഇവിടെ ഒരു പ്രശ്നമില്ല. ആർക്കും അവിടേക്ക് ഒരു മാർച്ച് നടത്തണ്ട, ആർക്കും ചാനലിൽ വന്ന് ഒന്നും വിളിച്ചു പറയണ്ട. ഇതൊക്കെയാണ് സുഡാപ്പികൾ നമ്മുടെ കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് നിരന്തരം നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജനപ്രതിനിധികൾ ആരും തന്നെയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്കൂളിനോട് പ്രതികരിച്ച് കണ്ടില്ല. അതും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കന്മാരെയും MP-മാരെയും MLA-മാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ എന്തിനും ഇവിടുത്തെ ജനപ്രതിനിധികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ ഒരു മനുഷ്യൻ PTA-യുടെ പ്രസിഡന്റാണ്. അദ്ദേഹം PTA-യുടെ പ്രസിഡന്റാണ്. തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും അധികം ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ്. ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതിനിധികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ്. ഇത്രയും അവരുടെ മൂക്കിന് ചൂട്ടിൽ SDP-യുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്ക് ഉണ്ടായിട്ട് അതിന്റെ പേരിൽ സ്കൂൾ 2 ദിവസം അടച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂള് സന്ദർശിച്ച് ആ കന്യാസ്ത്രീമാരെ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതിനിധികളോടുള്ള വലിയ ആമർശവും രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ സ്കൂളിന്റെ പേരിലാണ് ഈ റോഡുള്ളത്. ആ റോഡിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി. ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത്. സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന, കയ്യെ പിടിച്ചു തിരിക്കുകയും അവരെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ്. സിസ്റ്റർമാരെ അറിയാമല്ലോ, എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ്. അവര് ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് സിസ്റ്റർമാർക്കുള്ളത്. അനുവദിച്ചു കൊടുക്കില്ല. കേരളത്തിന്റെ മണ്ണിൽ ഈ രാജ്യത്ത് ഇത്തരം ഒരു പ്രവണതകളെയും BJP അംഗീകരിക്കില്ല, അനുവദിച്ചു കൊടുക്കില്ല. എല്ലാ പിന്തുണയും അവരെ അറിയിക്കും. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് ഷോൺ ജോർജ് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. എവിടെ പോയി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ജനപ്രതിനിധികള് ഛത്തീസ്ഗഡിലേക്ക് വാഹനം പിടിച്ച് വിമാനം പിടിച്ചെത്തിയിട്ടുള്ള ആളുകള് മൂക്കിൻ തുമ്പത്തുള്ള ഈ പറയുന്ന സെന്റ് റീത്താസിലേക്ക് ആരെയും കാണാത്തത് എന്തേ?
അതേപോലെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു, ഇത് ഹിജാബ് ധരിക്കാനുള്ള ഒരു ശ്രമം മാത്രമല്ല, മറിച്ച് അവിടെയുള്ള റോഡിന്റെ പേര് മാറ്റാൻ പോലും ആളുകൾ അവിടെ എത്തിയിരുന്നു. ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ഇതൊക്കെ നോക്കിക്കാണേണ്ടത്. ഒരു ചോദ്യം ചോദിച്ചതിന് കൈപ്പത്തി വെട്ടി മാറ്റിയ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരാള് പോലും, ഒരു മലയാളി പോലും ഒരിക്കലും മറന്നു പോകരുത്. ഈ കന്യാസ്ത്രീകൾക്ക്, ഈ സ്ഥാപനത്തിന് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് പിന്തുണ കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മറ്റൊരു ജോസഫ് മാഷ് ആവർത്തിക്കുമോ എന്നുള്ളത് ഗൗരവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. കേവലം ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് കൈപ്പത്തി വെട്ടി മാറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോ മലയാളിയും ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെയാ ഇപ്പൊ വിഷയമുണ്ടായിരിക്കുന്നത്. ഇത് ഗൗരവത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഷോൺ ജോർജ് ഒക്കെ അവിടെ നേരിട്ടെത്തി അവർക്ക് പിന്തുണ കൊടുത്തതൊക്കെ വളരെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള നീക്കം തന്നെയാ. കൃത്യമായിട്ട് ഷോൺ ജോർജ് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഒരു തരത്തിലുള്ള സുഡാപ്പി കടന്നുകയറ്റത്തെയും ഒരു തരത്തിലും അംഗീകരിക്കില്ല, അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നത് ഷോൺ ജോർജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. പൊതുസമൂഹം അത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാ നോക്കിക്കാണേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രമൊന്നും ഒരാളും മറന്നു പോകരുത്. സുഡാപ്പി ശല്യം എത്രത്തോളമുള്ള കേരളമാണ്, എന്തൊക്കെ തരത്തിലുള്ള ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാവരുത് നമ്മൾ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യേണ്ടത്. ഒറ്റക്കെട്ടായിട്ട് കേരള പൊതുസമൂഹം ഈ ഒരു വിഷയത്തിൽ ആ ഒരു സെന്റ് റീത്താസ് വിദ്യാലയത്തിന് പിന്തുണ കൊടുക്കണം. ഓരോ സ്ഥാപനങ്ങളും, അത് മുസ്ലിം മാനേജ്മെന്റ് ആയിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിക്കൊള്ളട്ടെ, അവരുടെ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സമാധാന അന്തരീക്ഷത്തിലേക്കാണ് സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇവിടെ ഒരാൾ പോലും ഒരു മതത്തിനും എതിരല്ല, ഹിജാബ് ധരിക്കുന്നതിന് എതിരല്ല. പക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അവരുടെ നിയമങ്ങളുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റുന്നവർ അങ്ങോട്ടേക്ക് പോയാൽ മതി, അതല്ലാത്തവർ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോവുക. ഇതെന്തിനാണ് മനഃപൂർവ്വം അഡ്മിഷൻ എടുത്ത് അവിടെ തന്നെ തുടർന്ന് എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഹിജാബ് ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതാണ് എന്നുള്ളത് ഓരോ മലയാളിയും തിരിച്ചറിയാം. ഷോൺ ജോർജ് ഒക്കെ പ്രഖ്യാപിച്ചത് കേരള പൊതുസമൂഹത്തിന് വളരെ വലിയ പ്രതീക്ഷയാ. സുഡാപ്പിത്തരമൊന്നും അങ്ങോട്ടേക്ക് ഇറക്കണ്ട എന്ന് തന്നെയാ അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത്.